മലയാള കവിതയുടെയും ഇന്ത്യൻ കവിതയുടെയും ലോക കവിതയുടെയും തലപ്പൊക്കമുള്ള സമ്പൂർണ്ണ സാഹിത്യകാരനാണ് കവിയും ചിന്തകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും അധ്യാപകനും കഥാകൃത്തുമൊക്കെയായ സച്ചിദാനന്ദൻ. കവിതയിലും ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലത്തോടൊപ്പമുള്ള കേരളം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികമായ മിടിപ്പിനുള്ള ഊർജമാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കവിയായും കവിത തന്നെയായും നമ്മോട് സ്പന്ദിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന ശ്രീ സച്ചിദാനന്ദൻ്റെ ഏറ്റവും പുതിയ കാവ്യസമാഹാരങ്ങളിലൊന്നാണ് പഹാഡി ഒരു രാഗം മാത്രമല്ല എന്ന ഗ്രന്ഥം. ആ കാവ്യപുസ്തകത്തെ മുൻനിർത്തി ശ്രീ സച്ചിദാനന്ദനുമായി ഒരു സംഭാഷണത്തിനുള്ള തത്സമയ ശ്രമമാണ് ഇനി. സ്വാഗതം മാഷേ. 7 പതിറ്റാണ്ടിലധികമായിട്ട് മലയാളിക്ക് പുതിയ കവിത എന്നാൽ, പുതിയ കാവ്യാനുഭൂതി എന്നാൽ അത് സച്ചിദാനന്ദൻ കൂടിയാണ്. നമ്മുടെ പുരോഗമന ജീവിതത്തിൻ്റെയും സാംസ്കാരികമായ ഉണർവിൻ്റെയും നൈതികമായ ജാഗ്രതയുടെയും ഒക്കെ മുൻനിരയിൽ താങ്കൾ ഉണ്ട് എപ്പോഴും ഇപ്പോഴും. ഈ കാവ്യസമാഹാരവും അത്തരമൊരു ജാഗ്രതകളുടെ തുടർച്ചയായിരിക്കെ തന്നെ ഏറ്റവും സ്നേഹനിർഭരവും തരളവും മാനവികവുമായ വൈചാരികതകളും നിറഞ്ഞ മനുഷ്യബന്ധത്തിൻ്റെ കവിതകൾ കൂടി ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ശീർഷക കവിതയായ പഹാഡി ഒരു രാഗം മാത്രമല്ല എന്ന കവിത തന്നെ. അത് ഒരു ശീർഷകമാക്കി ഉപയോഗിക്കാനും ആ കവിത പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് വായനക്കാരിൽ വിചാരിക്കുമെന്ന് തോന്നാനും ഇടയാക്കിയ രീതിയിൽ എന്തായിരുന്നു അതിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ? ആ പ്രത്യേക കവിത കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ എൻ്റെ ഡ്രൈവറായിരുന്ന ഒരു ചൗഹാൻ, ശ്യാം സിംഗ് ചൗഹാൻ എന്ന മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ അക്കാദമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഡൽഹിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ ആകണമെന്നും എന്നെ ഇന്ത്യ മുഴുവൻ കൊണ്ടു നടക്കണം എന്നും ഒക്കെ ആയിരുന്നു. ഞാൻ അക്കാദമി സെക്രട്ടറി ആയതിനു ശേഷം പതിവായി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ യാത്ര ചെയ്തു തുടങ്ങിയ കാലം മുതൽ തന്നെ അദ്ദേഹം കവിത എഴുതാൻ ആരംഭിച്ചു. അദ്ദേഹത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കവിത എഴുതാൻ ആരംഭിച്ചു. പലപ്പോഴും എന്നെ കാത്തിരിക്കുന്ന സമയങ്ങളിലും ഒഴിവുള്ള സമയങ്ങളിലും ഒക്കെയാണ് ആ കവിതകൾ, ഹിന്ദിയിലാണ് ആ കവിതകൾ എഴുതാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, പിന്നിൽ നിന്നുള്ള കാറ്റ്, കവിതയുടെ കാറ്റ് എൻ്റെ മേൽ അടിക്കുന്നു, അങ്ങനെയാണ് ഞാൻ കവിയായത് എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. അതെന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ഒരു വൈകാരികമായ ബന്ധം അദ്ദേഹവുമായി ഉണ്ടാകാനുള്ള ഒരു കാരണം ആയിത്തീരുകയും ചെയ്തു, മറ്റനേകം കാരണങ്ങൾക്കിടയിൽ. പക്ഷെ എന്നാൽ അദ്ദേഹം, ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ചു കാലത്തെ ഒഴിവിന് വേണ്ടി പഹാഡിലേക്ക്, അദ്ദേഹം മലകളിൽ നിന്ന് വന്ന, ഹിമാലയത്തിന്റെ ചെരുവിൽ ജീവിച്ചിരുന്ന ആളാണ്. ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, ഡൽഹിയിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തും പോയിട്ടുണ്ട്, ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഒരു നോവൽ എഴുതാൻ തീരുമാനിക്കുകയും അതിനുള്ള പ്ലോട്ടും ഒക്കെയായി തൻ്റെ തറവാട്ടിൽ പോവുകയും ചെയ്തു. അവിടുത്തെ ഭാഷയെയും നമ്മൾ പഹാഡി എന്ന് തന്നെയാണ് പറയുക. എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഉത്തരേന്ത്യൻ സംഗീതത്തിൽ പഹാഡി എന്ന് പറഞ്ഞൊരു രാഗവും ഉണ്ട്. ഒരുപക്ഷെ അത് മലകളിൽ പാടുന്ന പാട്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു രാഗമായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഗുർജരി തോടി മുതലായ ഒരുപാട് രാഗങ്ങൾ ഉണ്ടല്ലോ. ഗുർജരി തോടി ഒരു കർഷക സ്ത്രീയുടെ പാട്ടിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവിടെ വച്ചിട്ട് ഈ നോവൽ എഴുതാൻ തുടങ്ങിയിരുന്നു അദ്ദേഹം. പക്ഷെ അതിനിടയ്ക്ക് ഹൃദയസ്തംഭനം വന്ന് അദ്ദേഹം മരിച്ചുപോയി. അതെനിക്ക് വല്ലാത്തൊരു സംഭ്രമവും വേദനയും ഉണ്ടാക്കി. അദ്ദേഹം അപ്പോൾ എൻ്റെ ഡ്രൈവർ അല്ല, പക്ഷെ അദ്ദേഹവുമായിട്ടൊരു വൈകാരിക ബന്ധം മൂലം അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു തൊട്ടടുത്തൊരു ബന്ധുവിന്റെ മരണം പോലെ അതെന്നെ വേദനിപ്പിച്ചു. ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന് അദ്ദേഹത്തിന്റെ ഒരു കവിതാ പുസ്തകം സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ഹാളിൽ വെച്ച് തന്നെ പ്രകാശനം ചെയ്യുകയുണ്ടായി. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. അത് പ്രകാശനം ചെയ്തത് മംഗളേഷ് ദബ്രാൽ എന്ന കോവിഡ് കാലത്ത് മരിച്ചുപോയ വലിയ ഹിന്ദി കവിയായിരുന്നു. അങ്ങനെ ഒരു അഗാധമായ കാവ്യപരമായും വൈകാരികമായും ജോലി സംബന്ധമായും ഒക്കെയുള്ളൊരു ബന്ധമാണ് പഹാഡിയായ മലകളിൽ വസിക്കുന്ന ചൗഹാനുമായിട്ട് എനിക്കുണ്ടായത്. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഒരു സംഭാഷണം, ഒരു ഭാവന ചെയ്യപ്പെട്ട രംഗം ഒക്കെയാണ് ഈ പഹാഡി ഒരു രാഗം മാത്രമല്ല എന്ന കവിതയിലുള്ളത്. ആ കവിതയുടെ പ്രേരണ അദ്ദേഹത്തിന്റെ ഊഷ്മളമായ
സ്മരണയാണ്. ഞാൻ ബന്ധപ്പെട്ട മനുഷ്യരും ഒക്കെ ആയിട്ട് എൻ്റെ പൊതുവായ ബന്ധം അത്തരത്തിൽ വളരെ ഊഷ്മളം ആയിരുന്നിട്ടുണ്ട്. എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും എല്ലാറ്റിനും അപ്പുറത്ത് മനുഷ്യത്വത്തെ മുൻനിർത്തിയാണ് എൻ്റെ കവിതയും ഞാനും ഒക്കെ ജീവിച്ചു പോന്നിട്ടുള്ളത്. ആ ഒരു സ്നേഹത്തിന്റെ ചൂടാണ് ആ കവിതയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രധാനമാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കും. കവിത അതിൽ പ്രതിപാദ്യമാകുന്ന വിഷയത്തെ കൂടി അനശ്വരമാക്കുന്നു എന്ന് പറയാവുന്നത് പോലെ ഇനി മുതൽ നമ്മൾക്ക് പഹാഡി എന്ന് പറയുന്ന ഒരു രാഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ പഹാഡി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നമ്മൾക്ക് പുതുക്കേണ്ടി വരുന്നു. പഹാഡി അങ്ങനെ ഒരു രാഗം മാത്രമല്ല, അത് സ്നേഹബന്ധങ്ങളുടെ ഒരു വലിയ പ്രതീകമാവുന്നു എന്ന് പറയുന്ന രീതിയിൽ പഹാഡി മറ്റൊരു രീതിയിൽ അനശ്വരമാവുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. സാധാരണ കവികൾ യഥാർത്ഥ കവിതകൾ എഴുതുമ്പോൾ അനശ്വരതയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഇവിടെ കവിതയ്ക്ക് വിഷയമാകുന്ന ഒന്നുകൂടി അനശ്വരതയിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ കവിത ഇപ്പോൾ ഈ അനുഭവം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കവിത പ്രേക്ഷകർക്ക് വേണ്ടി, ഈ പുസ്തകം വായിക്കാനിരിക്കുന്ന പുതിയ വായനക്കാർക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? തീർച്ചയായിട്ടും. പഹാഡി ഒരു രാഗം മാത്രമല്ല. അത് സമർപ്പിച്ചിരിക്കുന്നത് ഡൽഹിയിലെ എൻ്റെ ഓഫീസ് ഡ്രൈവറായിരുന്ന ശ്യാം സിംഗ് ചൗഹാന് ആണ്. അത് എഴുതിയിട്ടുമുണ്ട് ആ കവിതയുടെ കൂടെ. താങ്കളുടെ മലഞ്ചെരിവിലെ ചെറിയ വീട്ടിൽ നിന്നാൽ കാണാം വലിയ ഹിമാലയം. അതിനല്പം മുകളിൽ മേഘാവൃതമായ സ്വർഗത്തിലിരുന്ന് അവിടുത്തെ മഞ്ഞു വീഴുന്ന അനന്തമായ ഒഴിവുകാലത്തെക്കുറിച്ച് താങ്കൾ എഴുതുന്ന കവിതയിൽ ഞാൻ ഉണ്ടാകുമോ? ഡൽഹിയിലെ കവിതയും ഹിന്ദിയും കൈമാറിയുള്ള നമ്മുടെ വേഗം കൂടിയ യാത്രകളും ഓർക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പുകൾക്കിടയിൽ പഴുത്ത ഇലകളെയും കൂടുതേടുന്ന പക്ഷികളെയും തണുത്തു വിറയ്ക്കുന്ന ആകാശത്തെയും നോക്കി താങ്കൾ കുത്തിക്കുറിച്ചിരുന്ന കവിതകൾ, അവയെല്ലാം ഒരർത്ഥത്തിൽ കാത്തിരിപ്പിനെ കുറിച്ചായിരുന്നു. ശിശിരത്തിൽ വസന്തത്തിന് വേണ്ടിയുള്ള മരങ്ങളുടെ കാത്തിരിപ്പ്, ഗ്രീഷ്മകാഠിന്യത്തിൽ ജലത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളുടെ കാത്തിരിപ്പ്, സ്നേഹത്തിന് വേണ്ടിയുള്ള ഏകാകികളുടെ കാത്തിരിപ്പ്. ഒടുവിൽ ഒരു ദിവസം താങ്കളുടെ ആദ്യത്തെ അവസാനത്തെയും കവിതകളുടെ പുസ്തകം പുറത്തു വന്നു. ഞാനുണ്ടായിരുന്നു. താങ്കളിലെ കവിയെ ആദ്യം തിരിച്ചറിഞ്ഞ പ്രിയ കവി മംഗളേഷ് ദബ്രാലും. താങ്കൾ ആദ്യം പോയി, പിന്നെ മംഗളേഷും. സ്വർഗത്തിന്റെ ഭാഷ അങ്ങനെ പഹാഡിയായി. ഈ മംഗളേഷ് ദബ്രാലും പഹാഡിൽ നിന്ന് വന്ന, ഹിമാലയ ഭാഗത്ത് നിന്ന് വന്ന ഒരു കവി കൂടിയായിരുന്നു. താങ്കൾ ആദ്യം പോയി, പിന്നെ മംഗളേഷും. സ്വർഗത്തിന്റെ ഭാഷ അങ്ങനെ പഹാഡി ആയി. പഹാഡി ഒരു രാഗം മാത്രമല്ലെന്ന് ഞാൻ അറിഞ്ഞത് ആദ്യമായി താങ്കളിൽ നിന്നാണ്. അത് കൈലാസത്തോളം പഴക്കമുള്ള മലമുകളിലെ സംസ്കാരമാണ് എന്ന്. മഞ്ഞിന് താങ്കളുടെ ഭാഷയിൽ 20 വാക്കുകളുണ്ട് എന്ന്. അവയിൽ ഏത് മഞ്ഞാണ് താങ്കളുടെ ഹൃദയം പിടിച്ചു നിർത്തിയത്? നമ്മുടെ കരാർ താങ്കൾ മറന്നുവോ? ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ എന്നെയും കൊണ്ട് ഇന്ത്യ ചുറ്റാമെന്ന്. പക്ഷേ അതിന് സമയം കിട്ടും മുൻപേ താങ്കൾ ദൈവത്തിന്റെ ഡ്രൈവറായി. ഇന്നലെ കൂടി ഞാൻ മഴവില്ലിലൂടെ കണ്ടു ആ പകിട്ടുള്ള നക്ഷത്ര വാഹനം. താങ്കൾ പഴയ പോലെ വെളുത്ത ഷർട്ടിൽ മുൻപിൽ മരിച്ചെന്ന ഭാവമേ ഇല്ലാതെ പിന്നിൽ ഞാനാണ് എന്ന പോലെ. ഞാനും താമസിയാതെ വരും. പഹാഡി പഠിക്കും. ദൈവത്തിന്റെ വാഹനത്തിൽ ഒരു സീറ്റ് എനിക്കും വെക്കണേ. ദൈവത്തിന്റെ വാഹനത്തിൽ ഒരു സീറ്റ് എനിക്കും വെക്കണേ. ഇതാണ് കവി. ഈ കവിതയിൽ ഞാനും താമസിയാതെ വരും എന്നുള്ള പ്രയോഗം, അത് ഈ കവിതയിൽ മാത്രമല്ല, സമീപകാല കവിതകളിലുടനീളം അത്തരത്തിലുള്ള ഒരു സ്വന്തം കാലം പൂർണ്ണമാകുന്നതിനെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വാക്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, വിചിത്രമായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ. അങ്ങനെ ആ സാധാരണഗതിയിൽ പല സാഹിത്യകാരന്മാർക്കും എഴുത്തുകാരന്മാർക്കും അങ്ങനെ ഒരു ഞാനും പുറകെ വരുന്നു, എനിക്കിനിയുള്ളത് അല്പകാലം മാത്രമാണ് എന്നുള്ളൊരു ബോധ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പലരും
ഞാനിതാ ശക്തിപൂർവ്വം നിൽക്കുന്നു, മുൻനിരയിൽ തന്നെ ഉണ്ട് എന്ന് വരുത്താനും, എൻ്റെ എഴുത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എഴുത്തിൽ യൗവനത്തിൻ്റെ തീക്ഷ്ണത തന്നെയാണ് ഇപ്പോൾ എന്ന് വരുത്താനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും പലരിൽ കാണുന്നുണ്ട്. എന്നാൽ മാഷ് കൃത്യമായിട്ടും ഈ കാലങ്ങളിലുടനീളം എന്താണ് സ്വന്തം ശരീരത്തിൻ്റെ അവസ്ഥ, ആ ശരീരവും മനസ്സും തമ്മിൽ ഉള്ള സംഘർഷങ്ങൾ, ലയങ്ങൾ, അതിൻ്റെ പൊരുത്തക്കേടുകൾ, ഇതെല്ലാം വെളിവാക്കിക്കൊണ്ട് തന്നെ കവിതയിൽ വരുന്നു. ഏത് രീതിയിലാണ് ഇക്കാലത്ത് മനസ്സിനോടും ശരീരത്തിനോടും കവിത സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കളുടെ? ബനേഷിന് അറിയാവുന്നതുപോലെ ഞാൻ ഏതാണ്ട് 30 വയസ്സ് മുതൽ എൻ്റെ ശരീരത്തെക്കുറിച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്ന കവിതകൾ എഴുതിയിട്ട് 30 എന്ന കവിതയുണ്ട്, 40 എന്ന കവിതയുണ്ട്, 60 എന്ന 50 എന്ന കവിതയുണ്ട്, 60 എന്ന കവിതയുണ്ട്, 70 എന്ന കവിതയാണ്, 70നും 75നും ഇടയിൽ എന്ന് പറഞ്ഞ വേറൊരു കവിതയുണ്ട്. ഇങ്ങനെ ലോകത്തെ കാണുന്നതോടൊപ്പം എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരാൾ കൂടി ആയിരുന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഞാൻ. അതുകൊണ്ട് ഈ മൃത്യുബോധം എന്ന് പറയാമെങ്കിൽ അത് പൊതുവായൊരു മൃത്യുബോധമല്ല, തൻ്റെ കാലം കഴിയുന്നു എന്ന ആ ബോധം അത് എന്നിൽ വളരെ ശക്തമായി തന്നെ വയസ്സാവും തോറും സ്വാഭാവികമായ എന്ന പോലെ അത് വളർന്നു വന്നിട്ടുമുണ്ട്. ഏതെങ്കിലും സങ്കടത്തോടു കൂടിയല്ല, ഒരുതരം എന്താ പറയുക, നിർമ്മമതയോടെയാണ്, ഡിറ്റാച്ച്മെന്റോട് കൂടിയാണ് ഞാൻ എൻ്റെ തന്നെ മരണത്തെ നോക്കിക്കാണുന്നതും എൻ്റെ മരണത്തെ അവതരിപ്പിക്കുക. ഈ കവിതയിൽ ഒന്നും ഒരു മരിക്കാൻ പോകുന്നല്ലോ എന്നുള്ള നിലവിളിയില്ല, അതേസമയം ഞാൻ അമരനാണ് എന്ന അട്ടഹാസവുമില്ല. നേരെ മറിച്ച് മരണത്തെ നിർലേപനായി എല്ലാ മനുഷ്യർക്കും അഭിമുഖീകരിക്കേണ്ട, മർത്യൻ എന്നാണല്ലോ മനുഷ്യന്റെ ഒരു പര്യായം, എല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥയാണ് മരണം എന്ന രീതിയിലുള്ളൊരു സമീപനമാണ് ഈ കവിതയിൽ എല്ലാം ഉള്ളത്. അപ്പൊ ഞാൻ എല്ലാ കാലത്തും പറഞ്ഞു പോകുന്നുണ്ട്, കവിത എന്ന് പറയുന്ന ഒരു പല തലങ്ങളിലുള്ള സംഭാഷണമാണ്. അവനവനോടുള്ള സംഭാഷണം, സമൂഹത്തോട് അല്ലെങ്കിൽ അപരരോട് ഉള്ള സംഭാഷണം, അത് പ്രകൃതിയോടുള്ള സംഭാഷണം, പ്രപഞ്ചത്തോടുള്ള സംഭാഷണം. ഈ 4 സംഭാഷണങ്ങൾ കവിതയിലുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ കവിതയിലും ഈ 4 സംഭാഷണ തലങ്ങളും കാണാൻ കഴിയും എന്ന് ഞാൻ നിസ്സംശയമായി വിശ്വസിക്കുന്നു. ആ സംഭാഷണത്തിന്റെ ഗാംഭീര്യത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഈ സംഭാഷണങ്ങൾ നിരന്തരം നിലനിർത്തി പോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ, എൻ്റെ ആദ്യകാല കവിതകൾ മുതൽ ഈ സമീപകാല കവിതകൾ വരെ. അപ്പൊ ഇന്നത്തെ കവിതയിലും വാസ്തവത്തിൽ ശരീരത്തെയും മനസ്സിനെയും കുറിച്ചുള്ള ബോധങ്ങൾ ഇല്ലാതായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഏറ്റവും പുതിയ കുട്ടികളുടെ പോലും, അറിയാം, ഏറ്റവും പുതിയ കുട്ടികളുടെ പോലും കവിതകൾ വായിക്കുന്നയാളാണ്. സൈബർ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന കവിതകൾ, ബ്ലോഗുകളിൽ വരുന്ന കവിതകൾ, ഇതൊക്കെ വായിക്കുകയും അതിനിടയിൽ നല്ല കവിതകൾ എന്ന് തോന്നിയ ചില കവിതകൾ ഇങ്ങനെ മനസ്സിൽ കുറിച്ചിടുകയും അവരെ പലപ്പോഴും ഓരോ പരിപാടികളിൽ കണ്ടുമുട്ടുകയോ പരിപാടികൾക്ക് വിളിക്കുകയോ ഒക്കെ ചെയ്യുകയും ഒക്കെ ഇതെല്ലാം പതിവാക്കിയ ഒരാളാണ്. അതുകൊണ്ട് പുതിയ കവിതയിലും ഈ അടിസ്ഥാനപരമായ കവിതയുടെ പ്രമേയങ്ങൾ, ബോധങ്ങൾ ഇല്ലാതായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടുതൽ സാധാരണ ഭാഷയിലേക്ക് വന്നിട്ടുണ്ടാവാം. കാരണം കവിതയുടെ ഭാഷ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിൽ തുടർച്ചയായി ഉള്ളത് അത് കവിതയാണ് എന്ന് നമ്മെ തിരിച്ചറിയിക്കുന്ന നിർവചനാതീതമായ ഏതോ ഘടകമാണ്. അതൊഴിച്ചാൽ കവിത എല്ലാ കാലത്തും മാറിക്കൊണ്ടേയിരുന്നു. ആ മാറ്റങ്ങൾ ഉള്ളപ്പോഴും കവിത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ബാക്കിയുള്ളത് കാലം തീരുമാനിക്കേണ്ടതാണ്. ആരത് ജീവിക്കും, ആരുടെ കവിത നിലനിൽക്കും, ആരുടെ കവിത ഇല്ലാതായി പോയും അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടും എന്നതെല്ലാം കാലം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മനസ്സും ശരീരവും അതുമായുള്ള മനുഷ്യന്റെ ബന്ധവും അത് കവിതയുടെ ഒരു അടിത്തറ തന്നെയാണ്, അടിസ്ഥാന പ്രമേയമാണ്. അതില്ലാതെ ആവുകയില്ല ഒരു കാലത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. നാം ശരീരമുള്ള ജീവികളായിരിക്കുന്നിടത്തോളം കാലം, നാം മനസ്സുള്ള ജീവികളായിരിക്കുന്നിടത്തോളം കാലം ഇത് രണ്ടും ഇല്ലാതാവുകയില്ല. അത് കവിതയിൽ ഏതെങ്കിലും രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് എൻ്റെ വിചാരം. ഈ ഒരു ബോധ്യം എല്ലാ കാലത്തുമുള്ള കവിതകളിൽ താങ്കളുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും പ്രായം 30-കൾ 40-കൾ ഒക്കെ ആവുന്ന സമയത്ത് അതാത് കാലങ്ങളെ ഓർത്തുകൊണ്ടും ഇനിയുള്ള കാലങ്ങളെ ഓർത്തുകൊണ്ടും എഴുതിയിട്ടുള്ള കവിതകളെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതാ ചരിത്രത്തിലുടനീളം
എഴുന്നേറ്റ് നിൽക്കുന്ന, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന, പായുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ജാഗ്രതയുള്ള എഴുത്തുകാരൻ തന്നെയാണ്. അതിലൊരു ചാഞ്ഞിരിപ്പിൻ്റെ, ചാരു കസേരയിരിപ്പിൻ്റെ അവസ്ഥ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ അത് വിഷയമാവുന്ന കവിതകൾ പോലും വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് എന്നുള്ള ഒരു ത്വരയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പുസ്തകത്തിലെ 20കളിലെ ഒരു നിളാസംഗമം എന്ന് പറയുന്ന കവിത, അതിൽ നിളയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജനകീയ സാംസ്കാരിക വേദിയുടെയൊക്കെ ഒരു കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തെ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചവരായിട്ടുള്ള മഹാരഥന്മാർക്കൊപ്പം നിന്ന കാലവും ഇപ്പോൾ ചെളിയിലായി നിൽപ്പ് എന്ന് പറയുന്നതിലേക്ക് എത്തിപ്പെടുന്നതുമായിട്ടുള്ള കവിതയുണ്ടല്ലോ. ഏത് രീതിയിലാണ് ആ കവിതയിലേക്കുള്ള ഒരു രചനയിലേക്ക് എത്തിപ്പെട്ടത് എന്നും ഒപ്പം ആ കവിത വായിക്കാവുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടോ എന്നും ഒന്ന് സൂചിപ്പിക്കാമോ? 20ലെ ഒരു ഓർമ്മയിൽ 20 എന്റെ വയസ്സാണ്. 20കളിലാണ് ഞാൻ ഒരുപാട് വലിയ ആളുകളുമായി പരിചയപ്പെടാൻ ആരംഭിച്ചത്. വാസ്തവത്തിൽ ഞാൻ മഹാരാജാസ് കോളേജിൽ MA പഠിക്കുന്ന കാലത്താണ് ആദ്യമായി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന, ഇപ്പൊ പറയാൻ എളുപ്പം, ഷീബ അമീറിന്റെ വാപ്പ എന്നാണ്, ഷീബ അമീറിന്റെ വാപ്പയായ റഹീമുമായിട്ട്, അവളെ ഞാൻ മോളെന്നാണ് വിളിക്കുക, എൻ്റെ മടിയിൽ വളർന്നൊരു കുട്ടിയാണ്. അപ്പൊ വാപ്പ റഹീമുമായിട്ട് വളരെ അടുക്കുന്നത്. ആ റഹീം വഴിക്ക് ഒരു വലിയ വൃത്തത്തിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അതില് പല പ്രത്യയശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും വളരെ ഹൃദയവിശാലതയുള്ള മനുഷ്യരായിരുന്നു. ആ കാലത്ത് ഞാൻ പലതവണ ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ പോയി, എടശ്ശേരിയുടെ വീട്ടിൽ പോയി, M ഗോവിന്ദനെ പലതവണ കാണുകയും അവസാനം M ഗോവിന്ദന്റെ വീട്ടിൽ പോവുകയും ചെയ്തു. ആ കാലത്ത് അങ്ങനെയുള്ള, പിന്നെ ചെറിയ EMS എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അത് വേറൊരു EMS ആണ്. അപ്പൊ ആ EMS ഉണ്ടായിരുന്നു, ഒരു വാര്യർ മാഷ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ കാലം, ഒരു കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, വക്കീലായിരുന്നു. എൻ്റെ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മഹാരാജാസിന്റെ അങ്ങനെ സുഹൃത്തുക്കളായതാണ്. ഇങ്ങനെ ഒരു വലിയ എന്ന് പറഞ്ഞാൽ എണ്ണം കൊണ്ടല്ല, പക്ഷെ ഒരു തരത്തിൽ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു വലയം ആ കാലത്ത് എനിക്ക് ഉണ്ടായിരുന്നു. എന്നെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ, എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഈ ആളുകളുടെ ഒക്കെ സൗഹൃദം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. M ഗോവിന്ദനെയൊക്കെ ഒരു കാലത്ത് CIA ചാരൻ എന്നൊക്കെ വിളിച്ചതെന്നാണ് എനിക്ക് വാസ്തവത്തിൽ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറായിരുന്നു, പത്മാവതി. അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന പണമാണ് ഇദ്ദേഹം ചെലവഴിച്ച് സമീക്ഷ ഇറക്കിയിരുന്നത്. ഞാൻ ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല, അത് വല്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന കഥകളാണ്. പക്ഷെ ഈ മനുഷ്യർ, വളരെ വലിയ മനുഷ്യർ, ലോകം മുഴുവൻ കണ്ട, ഗോവിന്ദനൊക്കെ ചുറ്റി ഏതാണ്ട് ലോകം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ കണ്ട ഒരാളാണ്. ഞാനും അങ്ങനെ തന്നെയാണ്, 6 ഭൂഖണ്ഡങ്ങളിൽ യാത്ര ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ നിൽക്കാത്ത മനുഷ്യൻ എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ ശരിയാണ്. ഞാൻ എല്ലാ കാലത്തും യാത്ര ചെയ്തുകൊണ്ടിരുന്നു, മനുഷ്യരെ കണ്ടുകൊണ്ടിരുന്നു, മാറിക്കൊണ്ടിരുന്നു, വീടുകൾ അനേകം മാറിക്കൊണ്ടിരുന്നു. ഓരോ വീട്ടിനെ പറ്റിയും കവിതയുണ്ട്. ഞാൻ താമസിച്ചിരുന്ന മിക്കവാറും എല്ലാ വീടുകളെ പറ്റിയും ഏതെങ്കിലും രീതിയിൽ കവിതയുണ്ട്. വീട് മാറ്റം, അല്ലെങ്കിൽ വീടൊരുക്കം, വീട് വാങ്ങൽ, വീട് വിൽപ്പന, വീണ്ടും ഇവിടെ കേരളത്തിൽ വന്ന ശേഷമുള്ള ഒരു കവിത ഈ സമാഹാരത്തിൽ തന്നെയുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ചലനത്തെ രേഖപ്പെടുത്തുന്ന ഒരു മാപിനിയെ പോലെ എൻ്റെ കവിതയും പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 20ലെ ഓർമ്മ ഞാൻ എൻ്റെ MA പഠനകാലത്തും തൊട്ട് പിന്നാലെയും ഉണ്ടായ ഓർമ്മകളാണ്. അന്ന് 70കളായിട്ടില്ല, അത് പിന്നാലെ വരുന്നേ ഉണ്ടായുള്ളൂ. പക്ഷെ വിചാരത്തിന്റെ ഒരു ജാഗ്രതയുടെ കാലമായിരുന്നു. അതൊക്കെ ലോകത്തെ എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ മാനുഷികമായ ജാഗ്രത കേരളത്തിൽ ഉയർന്നു വന്ന ഒരു കാലമായിരുന്നു. ആ ജാഗ്രതയുടെ ഭാഗമായിരുന്നു എൻ്റെ ഈ ചെറിയ വലിയ സുഹൃത്ത് വൃന്ദം. അവരെയൊക്കെ ഓർമ്മിക്കുന്ന ഒരു കവിത കൂടിയാണ്. ഒപ്പം തന്നെ നദിയെ ഓർമ്മിക്കുന്ന ഒരു കവിത കൂടിയാണ് 20ലെ ഒരോർമ്മ എന്ന കവിത. അത് മുഴുവൻ വായിക്കാൻ സമയം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചില വരികളെങ്കിലും വായിക്കാം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദീർഘമേ ഗതകാലം ഭാവി ഹ്രസ്വവും ഇതേ വാർത്തകം പിറന്നാളും മൃതിതൻ താക്കീതാകെ. ദിനേഷ് പറഞ്ഞ ആ ചിന്തകൾ ഇതിലും വരുന്നുണ്ട്. ഭാവി ചെറുതും ഭൂതകാലം വലുതുമാവുന്ന സമയത്തെയാണ് നമ്മൾ വാർദ്ധക്യം വിളിക്കുന്നത്. അത് പിറന്നാൾ പോലും വരാൻ പോകുന്ന മരണത്തിന്റെ ഒരു താക്കീതായി മാറുന്ന ഒരു കാലം. ഓർമ്മതൻ മുറി പൂർണ്ണം, സ്വപ്നത്തിൻ മുറി ശൂന്യം, വാതിലിൻ വിളുമ്പിലൂടെ എത്തി നോക്കുന്നു ഭൂതം.
20 പിന്നെ ആ ഓർമ്മയിലേക്ക് പോവാണ്. 20 അന്നൊരു ദിനം ഞങ്ങൾ തിരുനാവായ മണപ്പുറത്ത് കൂടി. ശരിക്കും ഉണ്ടായൊരു മീറ്റിംഗ് ആണത്. സ്നേഹഭരിതം മനുഷ്യർ തൻ ഭാവി നിർണയിക്കുവാൻ. അന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും മനുഷ്യരുടെ ഭാവി എന്ന പോലെയാണ് ഞങ്ങൾ പെരുമാറിയിരുന്നത്, ആലോചിച്ചിരുന്നത്. നിളതൻ പരിഹാസം കേട്ടെന്നേ ഭാവിക്കാതെ. നിള പരിഹസിച്ചുകൊണ്ടിരുന്നു, നിങ്ങളൊന്നല്ല തീരുമാനിക്കാൻ പോകുന്നു മനുഷ്യന്റെ ഭാവി എന്ന്. നവമാനവരുടെ കിനാവിൽ ദാമോദരൻ, അവിടെ എന്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. പുതിയ കുരുക്ഷേത്രം തീർക്കുവാൻ എം ഗോവിന്ദൻ, കലയിൽ തന്നെ നീതി തേടുന്ന തോമസ് മാത്യു, മമതയുടെ മൂർത്തി പോൾ റഹീം, വാര്യർ മാസ്റ്റർ, ചെറിയ EMS, അബ്ദുക്ക, ഗംഗാധരർ. 2 ഗംഗാധരന്മാർ, M ഗംഗാധരൻ ചരിത്രകാരനും മറ്റൊരു CP ഗംഗാധരൻ ഒരു സാർത്രേയൻ അസ്തിത്വവാദിയായിരുന്നു. രണ്ടുപേരും ആ സർക്കിളിൽ ഉണ്ടായിരുന്നു. മണലിൽ വറ്റിപ്പോയി വാക്കുകൾ മിഴിനീരും, സ്വപ്നനിർഭരം കാലം ഓർത്തുപോലുമില്ലെന്ന് എത്തുമിങ്ങുമേ നാസിപ്പടയെന്ന്, ഓർക്കുന്നതോ കനിവുറ്റതാം വീട്ടിതൻ ശബ്ദം. നമ്മുടെ നാട്ടിലും നാസികൾ വന്നെത്തുന്ന ആലോചിക്കാതിരുന്ന ഒരു കാലമാണത്. അപ്പൊ വീട്ടിയുടെ ശബ്ദമാണ് ഓർക്കുന്നത്. വരൂ വരൂ, ഇവിടുണ്ട് എല്ലാവർക്കും കാപ്പി, ഗോതമ്പിൻ ദോശ വെക്കട്ടെ ഒന്നും കൂടി, ചെറുപ്പമല്ലേ. എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിൽ ഞങ്ങൾക്കൊക്കെ ദോശ വിളമ്പുന്ന രംഗം, വീട്ടിൽ വെച്ചിട്ട്. വീണ്ടും കനിവിൻ കൂസായ്മയാമുടലിൽ നിന്നും ചോദ്യം, പൊടി വേണമോ ചട്നി, പിറകെ പ്രിയതമ, നിറവാത്സല്യത്തിന്റെ ഇടറും മേഘം പോലെ. ആ നിള വറ്റിപ്പോയി, ആ മണൽത്തരികളിൽ ഊറി നിന്നതാം മറ്റൊരു ഇന്ത്യ തന്നെ ഈർപ്പം കൂടി. നാറുന്ന ചെളിയിൽ ഞാൻ നിൽക്കുന്നു, കൊടിയെല്ലാം കാവ്യായി മാറുന്നതും നോക്കി, ഊമയെപ്പോലെ. പാഴായിൽ എൻ ജന്മമെന്നാർ ചൊല്ലും, വാമൂടിയ സ്വാതന്ത്ര്യം, ഹൃസ്പന്ദങ്ങൾ താഴ്ന്നുപോവും പാവം നാട്. തുള്ളുന്നുണ്ടപ്പോഴും എന്നുള്ളിലെ പയ്യൻ, കോരിപ്പെയ്യുന്ന മഴ കൊണ്ട് നനഞ്ഞ കൊടി പൊക്കി. 51 ആഗസ്റ്റ് 15 കല്ലുകൊണ്ട് നഗ്നമാം പാദം വിങ്കിലും നെഞ്ചും തള്ളിച്ച് എൻ നാട്ടിൻ പുറത്തിലെ ചെമ്മൺപാതയിലൂടെ ഗാന്ധിക്ക് കീഴേ വിളിച്ച് ഓടുമാ ട്രൗസർ ചെക്കൻ. എൻ്റെ 5-ാം വയസ്സാണ്. 51 എന്ന് പറയുമ്പോൾ എൻ്റെ 5-ാമത്തെ വയസ്സാണ്. സ്കൂളിൽ ചേർന്നു. അന്ന് ഞങ്ങള് കൊടി പിടിച്ച് സ്വാതന്ത്ര്യ ദിനങ്ങളില് വലിയ ഘോഷയാത്ര നടത്തുമായിരുന്നു. കരൂപ്പെടുന്ന, ഞാൻ പുല്ലൂറ്റ് സ്കൂളിലാണ് പഠിച്ച, അവിടുന്ന് കരൂപ്പെടുന്ന പാലത്തിലൂടെയൊക്കെ അതിന്റെ ഒരു ഓർമ്മയിലാണ് അത് അവസാനിക്കുന്നത്. ആ കാലം പ്രത്യാശകൾ നിറഞ്ഞിരുന്ന ഒരു കാലവും പ്രത്യാശകൾ ഏതാണ്ട് അവസാനിച്ചു എന്ന് തോന്നിക്കുന്ന മറ്റൊരു ഇന്നത്തെ കാലവും തമ്മിലുള്ള ഒരു താരതമ്യം അറിയാതെ തന്നെ ഈ കവിതയിൽ വരുന്നുണ്ട്. പഴയ കാലത്തെ അനുഭവവും ഇപ്പോഴത്തെ അനുഭവവും തമ്മിലുള്ള വല്ലാത്ത പേടിപ്പിക്കുന്ന ഒരു താരതമ്യം. നാസിപ്പട വരുമെന്ന് കരുതാതിരുന്ന കാലത്ത്, നെഹ്റുവിന്റെ ഒക്കെ കാലം, പ്രത്യാശകളുടെ കാലം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ സജീവവും അർത്ഥവത്വമായിരുന്ന ഒരു കാലം. ആ കാലത്തിന്റെ ഓർമ്മകൾ പലപ്പോഴും വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട്. അവയുടെ ഒക്കെ തന്നെ വർത്തമാന സ്ഥിതി ആലോചിക്കും. ഈ കവിത വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലും തെളിഞ്ഞ ഒരു കാര്യം, ഓർത്തില്ല അന്ന് ഇവിടെ നാസി പട വരുമെന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാസിസം ഇവിടെ വന്നിട്ടില്ല എന്ന് ഇപ്പോൾ പറയപ്പെടുന്ന കാലഘട്ടത്തോടുകൂടി ഈ കവിത അതിൻ്റെ ഒരു കരുണയോടുകൂടിയുള്ള കണ്ണ് ഉരുട്ടുന്നുണ്ട്, ജാഗ്രതയോടുകൂടിയുള്ള കണ്ണ് ഉരുട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഒപ്പം തന്നെ ഇത് വള്ളി ട്രൗസർ ഇട്ടുകൊണ്ട് ഗാന്ധിജിക്ക് കീജെ വിളിച്ചുകൊണ്ട് ഓടുന്ന ആ നിമിഷത്തിൽ അവസാനിക്കുന്ന ഈ കവിതയുടെ തുടർച്ച ഗോഡ്സെയോട് എന്ന കവിതയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇനി ഞാനും പിറകെ വരുന്നു എന്ന് ചൗഹാനോട് പറഞ്ഞ് ഇവിടം വിട്ടുപോകാനുള്ള ഒരുക്കത്തെ നിർമ്മമമായിട്ട് കാണുമ്പോൾ പോലും ആ നിർമ്മമതയുടെ ഉള്ളിൽ തന്നെയും ഗോഡ്സെയോട് എന്നുള്ള ചോദ്യത്തിൻ്റെ കവിതകൾ ഇനി ജീവിക്കാനിരിക്കുന്നവർക്കും ഒപ്പമുള്ളവർക്കും യാത്ര തുടരേണ്ടതുണ്ട് എന്നുള്ള വലിയ സന്ദേശം നൽകുന്ന കവിതയുടെ ജാഗ്രത താങ്കൾ പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഗോഡ്സെയോട് എന്ന കവിത നമ്മൾക്ക് അധികം സമയം ഇല്ലാതെ വായിക്കാവുന്ന ഒരു കവിതയല്ലേ? അല്പസമയം എടുക്കും. ഞാൻ നോക്കാം, ഞാനത് അല്ലെങ്കിൽ കുറച്ച് വരികൾ വായിക്കാം. അപ്പൊ NV കൃഷ്ണവാര്യരുടെ മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞൊരു പരമ്പര ഉണ്ടായിരുന്നു. മാതൃഭൂമിയിലെ എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് വന്നിരുന്ന ഒരു പരമ്പരയാണ്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ കൃതികളിൽ, സമാഹൃത കൃതികളിലും വന്നിട്ടുണ്ട്. ആ കവിതാ പരമ്പരയ്ക്ക് അദ്ദേഹം ഇന്ന് എഴുതുമായിരുന്ന അനുബന്ധം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ കവിത അവതരിപ്പിക്കുന്നത്. ഗോഡ്സെയോട് പറയാണ്, രാജഘട്ടിൽ നിന്നിതാ വന്നു നാഥുറാം, തുളവീണ നെഞ്ചുമായി,
ഞാൻ നിൻ രാജധാനിതൻ മുന്നിൽ. നീയാകെ മാറിപ്പോയി, ഏറി നീ സുവർണ സിംഹാസനം. കാവൽക്കാരായി 100 തോക്കുകാർ ഏകരൂപരായി പുതുക്കി നീ കോട്ടയും കൊട്ടാരവും. എങ്കിലും അറിയുന്നു നിന്റെ കണ്ണിലെ ക്രൗര്യം, നിന്റെ നെഞ്ചിലെ പക, നിൻ ശിരസ്സിലെ കൊടും വഞ്ചന. ബ്രാഹ്മണ്യത്തിൻ ഹുങ്കിനെ തീറ്റിപ്പോറ്റും നിൻ കെട്ട മതമതം, നിൻ ചെങ്കോൽ മകുടവും. ഇന്ന് സൈനിക വേഷം, നാളെ മെയ്മൂടും കാവി. ഇന്ന് കൽഗുഹാഖ്യാനം, നാളെയോ തല്ലിക്കൊല. ഇന്ന് മിത്രഭാവത്തിൽ പെയ്യുന്ന വാക്തേന്മഴ, പിന്നാലെ വാമൂടിയ നേരിന്റെ ശവദാഹം. അന്ന് നീ എന്നെ കൂപ്പാൻ കുനിഞ്ഞ നിമിഷത്തിൽ കണ്ടു ഞാൻ നിൻ കൈത്തോക്കിൻ പുകയായി മൂടും ഭാവി. എന്നും അൽപായുസല്ലോ അസത്യം, അധികാരം ഒന്നു പിന്തിരിഞ്ഞിട്ട ചരിത്രം പഠിച്ചാലും. ഇന്നു നീ കുനിയുന്നു പിന്നെയും നിൻ ചുണ്ടിനാൽ എന്റെ രാമനാമത്തെ കളങ്കപ്പെടുത്തുവാൻ. വേണ്ട നിൻ മഹാക്ഷേത്രം എന്റെ രാമനു പ്രിയം, നിന്റെ കിങ്കരർ തകർത്തുള്ള മന്ദിരമല്ലോ. വേണ്ട നിൻ മഹാക്ഷേത്രം എന്റെ രാമനു പ്രിയം, നിന്റെ കിങ്കരർ തകർത്തുള്ള മന്ദിരമല്ലോ. ബാബറി മസ്ജിദ്. എങ്ങുമുള്ളവൻ എന്തിനിങ്ങനെ പാപക്ഷേത്രം, എന്തിന് സ്വയം കാട്ടിൽ പോയവൻ നീ കൊട്ടാരം. സ്വസ്ഥമാവുകിൽ എന്റെ ജഡവും യമുനയിൽ അസ്തമിക്കുമ്പോൾ സൂര്യൻ. ചോരയാകുമ്പോൾ വെള്ളം. ഭയരാഹിത്യത്തിൻ്റെ ഈ കവിതകൾ പഹാടി ഒരു രാഗം മാത്രമല്ല എന്ന കവിതാ സമാഹാരത്തെയും സച്ചിദാനന്ദൻ്റെ മറ്റെല്ലാ കവിതാ പുസ്തകങ്ങളെയും പോലെ തന്നെ നമ്മളെ ഉണർന്നിരുന്ന് ജീവിതത്തെ നേരിടാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നു. ഈ കവിതാ പുസ്തകത്തിലെ ആത്മനിരീക്ഷണങ്ങൾ കവിതകളായിട്ട് വന്നിട്ടുള്ള താളുകളുണ്ട്, അനുഭവങ്ങളുടെ ആഖ്യാനങ്ങൾ കവിതകളായിട്ട് മാറിയിട്ടുള്ളവയുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സമകാലികതയെ നമ്മളുടെ മുൻകാലവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള വിചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കവിതകളുണ്ട്. വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കവിതകളുമുണ്ട്. ഒപ്പം തന്നെ മരണത്തെക്കുറിച്ചുള്ള നിർമ്മമമായ നിസ്സംഗമായ ചിന്തകൾ കാവ്യാനുഭൂതിയുടെ തലങ്ങളിലൂടെ പോകുന്നവയുണ്ട്. യാത്രകളുടെ കവിതയുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടോ, എനിക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പുകൾക്കിടയിൽ പഴുത്ത ഇലകളെയും കൂട് തേടുന്ന പക്ഷികളെയും തണുത്തു വിറയ്ക്കുന്ന ആകാശത്തെയും നോക്കി താങ്കൾ കുത്തിക്കുറിച്ചിരുന്ന കവിതകൾ എന്ന് പറയുന്നതിലൂടെ ഇക്കാലത്തെ എല്ലാ സഹകവികളോടും കവിത ഉള്ളിൽ ഉണ്ടായിട്ടും അതിനെ കടലാസുകളിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാതെ എന്നാൽ കാവ്യമയമായിട്ട് ജീവിക്കുന്ന എല്ലാ സഹജീവികളോടുമുള്ള കരുണാർദ്രമായിട്ടുള്ള കാവ്യപരമായിട്ടുള്ള സന്ദേശകാവ്യം കൂടിയായിട്ട് ഈ പഹാടി ഒരു രാഗം മാത്രമല്ല എന്ന പുസ്തകം മാറുന്നു. DC ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 199 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഇക്കാലത്ത് നമ്മുടെ കൈകളിൽ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് എന്ന് സൂചിപ്പിക്കാം. വളരെ നന്ദി, സന്തോഷം ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം സംസാരിച്ചതിന് ശ്രീ സച്ചിദാനന്ദൻ മാഷ്. നന്ദി.